ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിപ്പോൾ ഞങ്ങൾ എണീക്കാൻ ഇന്നും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അത് കാരണം ജിലു ബേബി ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ അത്താഴത്തിന് എണീറ്റപ്പോൾ സിലുവിനെ എണീപ്പിച്ചിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ടാട്ടോ കഴിച്ചത്. ആക്ച്വലി ഞാൻ ഇന്ന് അത്താഴം വ്ളോഗ് എടുക്കണം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ടൈമിലുള്ളൊരു ഹറിബറി കൊണ്ട് എനിക്ക് എടുക്കാനും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ബിക്കോസ് ഇന്ന് ഹസ്ബൻഡിന് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് എടുക്കാനും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയ ഒരു ഇതിലായിരുന്നില്ല. ലൈക്ക് ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. പിന്നെ സിലുവിന് ഫുഡ് കൊടുക്കണമായിരുന്നു. അങ്ങനെ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ജിലു ബേബിക്ക് കൊടുക്കുന്ന ഒരു റെസിപ്പി ആട്ടോ. റവ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്നോട് എൻ്റെ ഫ്രണ്ട്സിനും സിലുവിൻ്റെ അതേ പ്രായമുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അവരൊക്കെ എന്നോട് ഞാൻ ചോദിക്കുന്ന ലൈക്ക് എന്താ പറയുക, നല്ല റെസിപ്പീസ് ഏതെങ്കിലും ഉണ്ടോ ബേബീസിന് കൊടുക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്നത് അതാട്ടോ. ഞാൻ സിലുവിന് ഇപ്പോൾ 10 മന്ത് ആയപ്പോൾ തൊട്ട് റവ കൊണ്ടുള്ള ഒരു റെസിപ്പി കൊടുക്കലുണ്ട്. അത് നല്ലതാട്ടോ. റവക്ക് ന്യൂട്രീഷൻസ് ഉണ്ടോ എന്നൊക്കെ എല്ലാവരും ചോദിക്കും. ഉണ്ട്, കമ്പാരിറ്റീവ്ലി മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇല്ലെങ്കിലും റവക്കും നല്ല ന്യൂട്രീഷൻസൊക്കെ ഉണ്ട്. നമ്മളത് റവ മാത്രമായിട്ട് കൊടുക്കുന്നത് മക്കൾക്ക് അതിൽ ഇതേപോലെ നെയ്യും, നല്ല പ്യുവറായിട്ടുള്ള നെയ്യും, അതേപോലെ തന്നെ കുറച്ച് നട്ട്സ് പൗഡറൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അങ്ങനെ അപ്പോൾ നമുക്ക് നോക്കിയേക്കാം എങ്ങനെയാണ് ഉണ്ടാക്കലേന്ന്. ഓക്കെ, അപ്പോൾ ജിലുബയുടെ പാത്രം കഴുകാം. ജിലു ബേബി ഇവിടെ അടിയിൽ നിന്നിട്ട് ഫുള്ള് സൗണ്ട് ഉണ്ടാക്കി കേട്ടോ. ഫുള്ള് കളിയാണ് കൂടി ഇരുന്നിട്ട് ലില്ല അതൊക്കെ പറഞ്ഞിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആളുടെ മെയിൻ ഹോബി എന്താ വെച്ചാൽ പോയിട്ട് മറ്റേ കച്ചറക്കൊട്ട അങ്ങോട്ട് വലിച്ചിടും. എന്നിട്ട് ഫുള്ളവിടെ വൃത്തിയേടാക്കും. പിന്നെ ഞാനത് ക്ലീൻ ചെയ്യാൻ നിൽക്കണം. ഇതൊക്കെയാണ് ആളുടെ മെയിൻ പരിപാടികൾ ഇവിടുത്തെ. ഇന്നിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ഇന്നലെ ഇപ്പോൾ നമ്മളതൊക്കെ ഇട്ടല്ലേ. അപ്പോൾ പിന്നെ ഇന്നും എന്തിനായിട്ടെന്ന് എഴുതിയിട്ട് ഞാൻ കുളിയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. നല്ല കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടാണ്. ഇനിയിപ്പോൾ ഫുഡ് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ എന്താണ് മോനിക്ക് കൊടുക്കണത് എന്ന്. ഇത് പനങ്കൽക്കണ്ട കേട്ടോ, നാട്ടിൽ നിന്ന് ഉമ്മ കൊടുത്തയച്ചതാണ്. ഇവിടെ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എവിടെയെന്ന് അറിയാത്ത കാരണേ വലിയൊരു കൺഫ്യൂഷൻ കൊണ്ട് ഇവിടുന്ന് ഇതുവരെ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. ഇത് റോസ്റ്റഡ് റവയാണ്. അത് ഒരു സ്പൂൺ എടുക്കണം. 2 സ്പൂണ് റോസ്റ്റഡ് റവ എടുക്കുക. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നെയ്യാണ് കേട്ടോ. ഗീയാണ്. എനിക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഗീ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മോനിക്ക് ഇവിടുത്തെ നല്ലൊരു ഇത് നോക്കിയിട്ടാണ് മേടിക്കുന്നത്. അത് നല്ലതാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ആക്ച്വലി സത്യം പറഞ്ഞാൽ അത് നല്ലതാണോ എന്നൊക്കെ അറിയില്ല. അപ്പോൾ ഞാൻ മോനിക്ക് അതിൽ നിന്ന് 2 സ്പൂൺ എടുക്കുന്നുണ്ട്. സോറി, ഞാൻ എപ്പോഴും സ്പൂൺ എന്നാണ് പറയുന്നതല്ലേ, സോറി കേട്ടോ. ഇതിൽ 2 ഇത് ഞാൻ മോനിക്ക് അതിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കലുള്ളതാണ് നട്ട്സ് പൗഡർ. അത് ഞാൻ മറന്നു. അതായത് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാട്ടോ. ഞാൻ പറഞ്ഞില്ലേ നട്ട്സ് പൗഡറും കാര്യങ്ങളും എല്ലാം. എന്താ അവിടെ ആളെന്തോ വായിലിടുന്നുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്യുന്ന തിരക്കിൽ അവിടെ ആളെന്തോ വായിലിടുന്നുണ്ട്. ഇവിടെ ഒരു പണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 കണ്ണ് വെച്ച് അവനെ നോക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെക്കും. അപ്പോൾ നട്ട്സ് പൗഡർ അതൊരു ടേബിൾ സ്പൂണല്ല ഇതിലുള്ള സ്പൂണ്. ഓക്കെ, ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ. ഒരു ടേബിൾ സ്പൂണൊക്കെ എടുക്കാം. നട്ട്സ് പൗഡർ അല്ലേ, നല്ലതാണ്. ഇനി ഇതൊക്കെ വേണമെങ്കിൽ ആപ്പിളോ റോബസ്റ്റോ അങ്ങനെ എന്തെങ്കിലും പ്യൂരി ആക്കിയിട്ട്, ആപ്പിളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം പ്യൂരി ആക്കിയിട്ട് ആഡ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ റോബസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് മിക്സിയിലടിച്ചിട്ട് ഇതൊക്കെ ആഡ് ചെയ്യാം. ഞാൻ ഇന്ന് മോനിക്കൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ബിക്കോസ് ഇന്നിപ്പം നമ്മുടെ റോബസ്റ്റ് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നില്ല. സാധാരണ ഞാൻ കൊടുക്കുമ്പോൾ മോനിക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കൽ. അപ്പോൾ ഞാൻ മോനിക്ക് ഇത്തിരി വെള്ളം എടുത്തിട്ട് പറയാം കേട്ടോ.
ഇനി ഇതൊക്കെ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി ബാക്കി. കുറച്ചൊക്കെ കേട്ടോ, നല്ല ഉള്ളു വയ്ക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും. ആക്ച്വലി സാധാരണ ഞാൻ നെയ്യ് ലാസ്റ്റായിട്ടോ ആഡ് ചെയ്യൽ. അപ്പോൾ ഇങ്ങനെ കട്ടുത്തി നിൽക്കൊന്നുമില്ല. കുറച്ചിപ്പോൾ കൂടുതൽ ആഡ് ചെയ്തുകൊണ്ട് തോന്നുന്നുണ്ട്. എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഒതുക്കില്ല കേട്ടോ. വേണമെങ്കിൽ ഞാൻ മോനിക്ക് പംകിനൊക്കെ കൊടുക്കലുണ്ട് ഈവനിങ് ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ നൈറ്റൊക്കെ ആയിട്ട്, ഡിന്നറായിട്ടൊക്കെ പംകിനും ബോയിൽ ചെയ്ത് കൊടുക്കലുണ്ട് ഞാൻ. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കൊടുക്കാം. അതൊക്കെ ആഡ് ചെയ്യും കേട്ടോ, അതിനൊന്നും പ്രശ്നമില്ല. ഞാൻ ഇതൊക്കെ മധുരം ഇതൊന്നും ആഡ് ചെയ്ത് കേട്ടോ. ഞാനിവിടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ആളിവിടെ 10 കാര്യം ചെയ്യും. ഫുള്ള് വികൃതിയാണ്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തന്നാൽ അവനെ 10 കണ്ണ് വെച്ച് നോക്കണം. അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെ എപ്പോഴും ഇങ്ങനെ ആദ്യമൊന്നും വായിലിടുകയും ചെയ്തിരുന്നു കേട്ടോ. ഇപ്പോൾ ഒക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലൊക്കെ ആദ്യം കൊണ്ടുപോയിട്ട് ഇതേ വായേക്കാം അങ്ങനെ. അപ്പോൾ ഞാൻ നമ്മളത് ആയോണ്ടിരിക്കുകയാണ്. ഞാൻ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ബിക്കോസ് എനിക്ക് അവനെ നോക്കലും ഷൂട്ട് ചെയ്യലും പാടെ ഒപ്പം നടക്കൂല. അവനെ നന്നായി നോക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെക്കും. അത് കാരണമാണ് കേട്ടോ. ഇതിപ്പോൾ അതാ 2 സ്പൂണൊക്കെ പോവും. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ കഴിക്കൽ കഴിയും കേട്ടോ. അപ്പോൾ ഈ ഒരു തുടക്കത്തിലുള്ള 2 സ്പൂൺ മാത്രമേ വായ തുറന്നു വരുള്ളൂ. പിന്നൊക്കെ തലകൊണ്ട് വേണ്ടാന്ന് കാണിക്കും. അപ്പോൾ അങ്ങനെയാണ്. അതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ട്രൈ ചെയ്ത് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ബിക്കോസ് എല്ലാ കുട്ടികളും ഇങ്ങനെ നമ്മുടെ കുറുക്കും രാഗി അങ്ങനത്തെ ഒന്നും കഴിക്കൂല. പിന്നെ ഒരേ ദിവസം തന്നെ ഒരേ കാര്യങ്ങൾ തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്താലും അവർ കഴിക്കൂല. അപ്പോൾ നമ്മളിങ്ങനെ ഇതേപോലെ ഓരോ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി വെക്കുക. അപ്പം മക്കൾക്ക് ഇഷ്ടപ്പെടും, അവർ കഴിക്കുകയും ചെയ്യും. ഓക്കെ ബൈ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ ബൈ ഗൈസ്, അസ്സലാമു അലൈക്കും.